നമസ്കാരം. പ്രധാന വാർത്തകൾ. യുവനടിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ രാജി ആവശ്യപ്പെട്ട് പാലക്കാട് പ്രതിഷേധം. BJP മഹിളാ മോർച്ച പ്രവർത്തകരും DYFI പ്രവർത്തകരും MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തി. MLAയെ പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ലെന്ന് DYFI. പാലക്കാട് ബസ് സ്റ്റാൻഡ് ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് രാഹുൽ വിട്ടുനിൽക്കണമെന്ന് നഗരസഭ. കാഴ്ചപരിമിതിയുള്ള വയോധികന്റെ സ്ഥിര നിക്ഷേപം തട്ടിയെടുത്തതായി പരാതി. ആനമങ്ങാട് സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറിക്കും 3 ജീവനക്കാർക്കുമെതിരെ പോലീസ് കേസെടുത്തു. അറസ്റ്റ് ചെയ്ത ഇവരെ താൽക്കാലിക ജാമ്യത്തിൽ വിട്ടു. കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ബാങ്കിലേക്ക് CPM മാർച്ച്. നിക്ഷേപം തട്ടിയെടുത്തെന്ന പേരിൽ അറസ്റ്റിലായ ബാങ്ക് സെക്രട്ടറിയെയും ജീവനക്കാരെയും സസ്പെൻഡ് ചെയ്തതായി ആനമങ്ങാട് സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി. പ്രശ്നം ഒരു തരത്തിലും നിക്ഷേപകരെ ബാധിക്കില്ലെന്നും ആശങ്ക വേണ്ടെന്നും ബാങ്ക് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും. അനങ്ങനടി പാവുകോണത്ത് മകളെ വിവാഹം ചെയ്തു കൊടുക്കാത്തതിന്റെ പേരിൽ വീട് കയറി ആക്രമിച്ച കേസ് 3 പേർ അറസ്റ്റിൽ. തൃക്കടീരി സ്വദേശികളായ യുവാക്കളാണ് അറസ്റ്റിലായത്. പാണ്ടിക്കാട് പ്രവാസി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയ കേസ് പ്രതികളെ സംഭവ സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. കനത്ത സുരക്ഷയിലായിരുന്നു തെളിവെടുപ്പ്. മുണ്ടൂർ തൂത 4 വരി പാതയിൽ അപകടങ്ങൾ തുടർക്കഥ. പാത നിർമ്മാണത്തിൽ അശാസ്ത്രീയത വിദഗ്ധ സമിതി അന്വേഷിക്കണമെന്ന ആവശ്യം. സർക്കാരിന് അപകീർത്തിയുണ്ടാക്കാൻ ഉദ്യോഗസ്ഥ ഗൂഢാലോചന നടന്നോ എന്ന് പരിശോധിക്കണമെന്ന് CPI നേതാക്കൾ. വാർത്തകളിലേക്ക് വിശദമായി. യുവനടിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ രാജി ആവശ്യപ്പെട്ട് പാലക്കാട് പ്രതിഷേധം. MLA ഓഫീസിലേക്ക് BJPയും മഹിളാ മോർച്ചയും പ്രതിഷേധ മാർച്ച് നടത്തി. പൂവൻ കോഴിയുമായി എത്തിയായിരുന്നു മഹിളാ മോർച്ചയുടെ പ്രതിഷേധം. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുന്നതുവരെ, ഈ കാട്ടുകോഴി രാജിവെക്കുന്നതുവരെ BJPയുടെ നേതൃത്വത്തിലുള്ള അതിശക്തമായ സമരങ്ങളുമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാർ ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ രാജി ആവശ്യപ്പെട്ട് DYFIയും പാലക്കാട് മാർച്ച് നടത്തി. പോലീസ് ബാരിക്കേഡ് വെച്ച് പ്രവർത്തകരെ തടഞ്ഞു. MLAയുടെ ഓഫീസ് ബോർഡിൽ പ്രവർത്തകർ കരിയോയിൽ ഒഴിച്ചു. MLAയെ പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ലെന്നും പ്രവർത്തകർ പറഞ്ഞു. കാഴ്ചപരിമിതിയുള്ള വയോധികന്റെ സ്ഥിര നിക്ഷേപം തട്ടിയെടുത്തതായി പരാതി. ആനമങ്ങാട് സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറിക്കും 3 ജീവനക്കാർക്കുമെതിരെ പോലീസ് കേസെടുത്തു. സെക്രട്ടറിയെയും 2 ജീവനക്കാരെയും പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു. വീണ്ടും ഹാജരാവണമെന്ന വ്യവസ്ഥയിൽ പ്രതികൾക്ക് കോടതി താൽക്കാലിക ജാമ്യം അനുവദിച്ചു. ആനമങ്ങാട് സഹകരണ ബാങ്കിൽ കാഴ്ചപരിമിതിയുള്ള വയോധികന്റെ സ്ഥിര നിക്ഷേപത്തിൽ നിന്ന് 15 ലക്ഷം രൂപ സെക്രട്ടറിയും 3 ജീവനക്കാരും ചേർന്ന് തട്ടിയെടുത്തതായാണ് പരാതി. വയോധികന്റെ കാഴ്ചപരിമിതി മുതലെടുത്താണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നതെന്നാണ് പരാതി. മണലായ തൂളിയത്ത് മുസ്തഫ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷിച്ച പോലീസ് ബാങ്ക് സെക്രട്ടറി CK അൻവർ, ജീവനക്കാരായ K അലി അക്ബർ, EP സാലിഹ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. 2 കേസുകളിൽ 5 പേർക്കെതിരെയാണ് പെരിന്തൽമണ്ണ പോലീസ് കുറ്റം ചുമത്തിയിരിക്കുന്നത്. ബാങ്കിലെ ഡ്രൈവർ തസ്തികയിൽ ഉണ്ടായിരുന്ന സലാം മണലായ ആണ് പരാതി നൽകിയ ഉസ്മാൻ ഉൾപ്പെടെയുള്ളവരിൽ നിന്നും ചെക്ക് എഴുതി വാങ്ങി മാറ്റിയത്. സസ്പെൻഷനിലായ സലാം മണലായ മാസങ്ങൾക്ക് മുമ്പ് വിദേശത്തേക്ക് കടന്നിരുന്നു. സലാമിന്റെ ആവശ്യങ്ങൾക്ക് അറസ്റ്റിലായ 3 പേരും സഹായിച്ചതായി പറയുന്നു. സ്ഥിര നിക്ഷേപത്തിന്റെ രേഖ ഗ്യാരണ്ടിയായി കാണിച്ച് 15 ലക്ഷം രൂപ ലോൺ എടുക്കുകയും ലോൺ സ്ഥിര നിക്ഷേപമായ 17 ലക്ഷത്തിൽ നിന്ന് 15,11,000 രൂപയും എടുത്ത് അടച്ചതായും പരാതിയിൽ പറയുന്നു. വയോധികൻ സ്ഥിര നിക്ഷേപം മകളുടെ മറ്റൊരു ബാങ്കിലുള്ള അക്കൗണ്ടിലേക്ക് മാറ്റാനായി ബാങ്കിൽ നൽകിയ രേഖകൾ ഉപയോഗിച്ചാണ് ബാങ്ക് ജീവനക്കാർ തട്ടിപ്പ് നടത്തിയിട്ടുള്ളതെന്ന് പോലീസ് പറഞ്ഞു. പരാതിയെ തുടർന്ന് പോലീസ് ബുധനാഴ്ച ബാങ്കിലെത്തി സെക്രട്ടറിയെയും 2 ജീവനക്കാരെയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുകയും വ്യാഴാഴ്ച ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. ആനമങ്ങാട് സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപം തട്ടിയെടുത്തെന്ന പേരിൽ അറസ്റ്റിലായ ബാങ്ക് സെക്രട്ടറിയെയും ജീവനക്കാരെയും സസ്പെൻഡ് ചെയ്തതായി ബാങ്ക് പ്രസിഡന്റ് തൂളിയത്ത് ബഷീർ, വൈസ് പ്രസിഡന്റ് CK അബ്ദുൾ റഫീഖ് എന്നിവർ അറിയിച്ചു. പ്രശ്നം നിക്ഷേപകരെ ഒരു തരത്തിലും ബാധിക്കില്ലെന്നും ഇവർ പറഞ്ഞു. ഡ്രൈവർ ജോലിയിലുണ്ടായിരുന്ന വ്യക്തി സ്വന്തം സാമ്പത്തിക ഇടപാട് നടത്തുന്നതിന് ബാങ്കിനെ പ്രതിക്കൂട്ടിലാക്കിയെന്നും കേസിൽ ഉൾപ്പെട്ട 4 പേരെയും സസ്പെൻഡ് ചെയ്തതായും ബാങ്ക് പ്രസിഡന്റ് തൂളിയത്ത് ബഷീർ, വൈസ് പ്രസിഡന്റ് CK അബ്ദുൾ റഫീഖ് എന്നിവർ പറഞ്ഞു. 3-4-5 മാസം മുമ്പുണ്ടായ പ്രശ്നങ്ങളാണ്. ബാങ്കിലെ ഒരു സ്റ്റാഫ്, ഡ്രൈവർ തസ്തികയിലിരുന്ന ഒരാൾ
വ്യക്തികളുമായി സാമ്പത്തിക ഇടപാട് നടത്തുകയും കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ സാമ്പത്തിക ഇടപാട് മറ്റു പ്രശ്നങ്ങളായി മാറിയ സാഹചര്യത്തിൽ പല ആളുകളും ഇദ്ദേഹം ബാങ്കിൽ ജോലി ചെയ്യുന്ന ആൾ എന്നുള്ള നിലയിൽ ബാങ്കിനെ പ്രതികൂട്ടിലാക്കാൻ വേണ്ടിയിട്ടുള്ള പല നടപടികളും സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ഞങ്ങളുടെ ഈ സ്റ്റാഫുകൾ തീർത്തും ഇത്തരം കാര്യങ്ങൾ സാമ്പത്തികമായി തട്ടിപ്പോ പ്രശ്നങ്ങളോ നടത്തിയ ആളുകളല്ല എന്നുള്ളതാണ് ഭരണസമിതിയുടെ വിശ്വാസം. എന്നാലും അവരുടെ മേൽ പോലീസ് FIR ഇട്ടു എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ അവരെ 4 പേരെ ബാങ്കിൽ നിന്ന് തൽക്കാലത്തേക്ക് ഭരണസമിതി കൂടി തീരുമാനിച്ച് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. തുടർ നടപടികൾ അവരുടെ കൈകളിൽ തെറ്റുണ്ടെങ്കിൽ അതിനെതിരായ ശക്തമായ നടപടി ഡയറക്ടർ ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. എല്ലാ ബാങ്ക് നിക്ഷേപകരുടെയും പണം സുരക്ഷിതമാണെന്നും ബാങ്ക് ഭരണസമിതി ഭാരവാഹികൾ വ്യക്തമാക്കി. ഇവിടെ സാമ്പത്തികമായി ഒരാളുടെ അക്കൗണ്ടിൽ നിന്നും ഒരാളുടെ പണവും നഷ്ടപ്പെട്ടിട്ടില്ല. ജനങ്ങൾ ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യവും ആനമങ്ങാട് സർവീസ് സഹകരണ ഈ സംഘത്തിൽ ഇല്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് ജനങ്ങളെ അറിയിക്കാനുള്ളത്. പല ആളുകളും ഇത് ദുർവിനിയോഗം ചെയ്ത് ഈ ബാങ്കിനെതിരെ വ്യക്തിപരമായ രീതിയിലും അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയപരമായ രീതിയിലുമുള്ള തേജോവധങ്ങളും ഭീകരാന്തരീക്ഷമൊക്കെ സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും അത്തരമൊരു സാഹചര്യം ഇന്ന് ആനമങ്ങാട് സർവീസ് സഹകരണ സംഘത്തിൽ ഇല്ല എന്നുള്ളതാണ് ജനങ്ങൾക്ക് ഞങ്ങൾ കൊടുക്കാനുള്ള ഉറപ്പ്. ഇവിടെ സുരക്ഷിതമാണ്. ചെറിയ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായി എന്നതല്ലാതെ ഒരാൾക്കും പണം നഷ്ടപ്പെടുന്ന പ്രശ്നമോ അല്ലെങ്കിൽ പണം നഷ്ടപ്പെടും എന്ന ഭയമോ വേണ്ട എന്നുള്ളതാണ് ഭരണസമിതി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് ജനങ്ങളെ അറിയിക്കാനുള്ളത്. നിക്ഷേപകരിൽ ചിലർ സ്വന്തം എഴുതി ഒപ്പിട്ട് കൊടുത്ത ചെക്കിലാണ് പണമിടപാട് നടന്നിട്ടുള്ളത്. ബാങ്ക് നേരിട്ട് ഇടപാട് നടത്തിയിട്ടില്ലെന്നും നിക്ഷേപകർ ആശങ്കപ്പെടേണ്ടതില്ലെന്നും പ്രസിഡന്റ് തൂളിയത്ത് ബഷീർ പറഞ്ഞു. നിലവിൽ 3 കക്ഷികളാണ് ബാങ്കിന് പരാതി കൊടുത്തിരിക്കുന്നത്. ഈ 3 ആളും സ്വന്തം ചെക്ക് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടാണ് ഇപ്പോൾ സലാം എന്ന കക്ഷിക്ക് പൈസ കൊടുത്തിരിക്കുന്നത്. കൃത്യമായിട്ട് ബാങ്കിൽ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ അതിൻ്റെ രേഖയും കാര്യങ്ങളുണ്ട്. അല്ലാതെ ബാക്കിയുള്ള ഒരു ഇടപാടും ബാങ്കുമായിട്ട് നടന്നിട്ടില്ല. അത് പുറത്തുനിന്ന് ഓരോരുത്തർ ഗോൾഡും മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അത് ബാങ്ക് യാതൊരു രീതിയിലൊരു ഉത്തരവാദിയല്ല ബാങ്ക്. അതുകൊണ്ട് തന്നെ നിക്ഷേപകർക്കായാലും ബാക്കിയുള്ള ഇടപാടുകൾക്കായാലും ആശങ്കപ്പെടേണ്ട ഒന്നും നിലവിൽ ബാങ്കുമായിട്ടില്ല. ഈ വിഷയം 4 മാസം മുന്നേ നടന്നതാണ്. ആനമങ്ങാട് സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപം തട്ടിയെടുത്തെന്ന കേസിൽ അറസ്റ്റിലായ ബാങ്ക് സെക്രട്ടറിക്കും ജീവനക്കാർക്കുമെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് CPM ബാങ്കിലേക്ക് മാർച്ച് നടത്തി. ബാങ്കിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസും നേതാക്കളും തടഞ്ഞു. ആനമങ്ങാട് സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപം തട്ടിയെടുത്തെന്ന കേസിൽ അറസ്റ്റിലായ ബാങ്ക് സെക്രട്ടറിക്കും ജീവനക്കാർക്കുമെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് CPM ആനമങ്ങാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ബാങ്കിലേക്ക് മാർച്ച് നടത്തിയത്. ബാങ്കിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസും നേതാക്കളും തടഞ്ഞു. CPM പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റി അംഗം U അജയൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പണം നഷ്ടപ്പെട്ട ആളുകൾ ഇപ്പോൾ വഷളായി നടക്കുകയാണ് നമ്മുടെ സമൂഹത്തിന്റെ മുമ്പിൽ. അവർ പറയാണ്, മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ പറയാണ്, സലാമിന് പണം കൊടുത്തത് പണം ഇരട്ടിപ്പിക്കാനാണ്, അതല്ലെങ്കിൽ പലിശക്ക് കൊടുത്തതാണ് എന്നുള്ള രൂപത്തിൽ പ്രചാരവേല സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുക. അത്രയ്ക്ക് ആളുകളെ വേദനിപ്പിക്കുന്ന രൂപത്തിലേക്കുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് ഭൂസ്വത്തുണ്ട്, അവിടെ വീടുണ്ട്, അത്തരം സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ നഷ്ടപ്പെട്ട ആളുകളുടെ പണം കൊടുക്കുന്നതിന് ആവശ്യമായ സമീപനം സ്വീകരിക്കുകയല്ല, അവരെ പിന്നെയും കളിയാക്കുന്ന രൂപത്തിലേക്ക് പോകുന്ന സമീപനമാണ് ഇവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ മിഞ്ഞാന്ന് ഇവിടെ പൊതുയോഗം നടത്തി പറഞ്ഞു, മുസ്ലിം ലീഗിന്റെ ആകെയുള്ള ഒരു സ്വഭാവം എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്
ഒരു പ്രധാനപ്പെട്ട സംഭവം. ഞങ്ങൾക്കാർക്കും അതിലൊരു അത്ഭുതമില്ല. അറസ്റ്റിലായ ബാങ്ക് ജീവനക്കാരെ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കൾ രക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്നും നേതാക്കളുടെ അറിവോടെയാണ് തട്ടിപ്പ് നടന്നിട്ടുള്ളതെന്നും യു അജയൻ ആരോപിച്ചു. സംസ്ഥാന നേതൃത്വമാകെ ഇടപെട്ടുകൊണ്ട് ഈ കേസിൽ നിന്ന് അവരെ രക്ഷിക്കുന്നതിനാവശ്യമായ സമീപനം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പണം നഷ്ടപ്പെട്ട ആളുകളെ കുറിച്ച് നമ്മുടെ നാട്ടുകാർക്ക് കൃത്യമായിട്ട് അറിയാം. 2 കണ്ണുകളുടെയും കാഴ്ച നഷ്ടപ്പെട്ട് മുസ്ലിം ലീഗിന് വേണ്ടി ജീവിതം അവസാനം വരെ ഒഴിഞ്ഞു വെച്ചിട്ടുള്ള ഒരാളാണ് തൂളിയത്ത് മാനു ഹാജി എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ വളരെ സജീവമായ പ്രവർത്തകൻ. അദ്ദേഹത്തിന്റെ മകന്റേതാണ് 15 ലക്ഷം രൂപ ഈ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത പൈസയിൽ നിന്ന് ഡെപ്പോസിറ്റ് ലോൺ എടുത്തുകൊണ്ട് വേറെ അഗർവാൾ അതുപോലെ തന്നെ അത്തരത്തിൽ പറയുന്ന നോർത്ത് ഇന്ത്യയിലെ മഹാരാഷ്ട്രയിലും ഒക്കെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് മാറ്റിയിട്ടുള്ളത്. അവിടെ മണലായിൽ തന്നെയുള്ള വേറൊരാള് 10 ലക്ഷം രൂപയുടെ ലോൺ പുതുക്കുന്നതിന് വേണ്ടി ഇവിടെ കൊടുക്കുന്നു. ആ ലോണ് പുതുക്കാൻ വേണ്ടി കൊടുക്കുന്ന സമയത്ത് ആ ലോണ് അടുത്ത ആഴ്ച പുതുക്കി തരാമെന്ന് പറഞ്ഞ എല്ലാ പേപ്പറും ഇവിടെ ഒപ്പിടിച്ച് വാങ്ങുകയാണ്. ആ ഒപ്പിടിച്ച് വാങ്ങുന്ന പേപ്പറിൽ അന്ന് തന്നെ ലോൺ പാസ്സാക്കി ഞാൻ നേരത്തെ പറഞ്ഞ മഹാരാഷ്ട്രയിലെ ഒരാളുടെ അക്കൗണ്ടിലേക്ക് പണം മാറ്റുക. ആ 10 ലക്ഷം രൂപയുടെ ലോൺ അക്കൗണ്ടിൽ 2 ലക്ഷം രൂപ ഈ സലാം മണലായ അതിലേക്ക് റെസീറ്റ് ചെയ്ത് 12 ലക്ഷം രൂപ അയച്ചു എന്നാണ്. അപ്പൊ ഈ പരാതിക്കാരായ ആളുകളെ സ്വാധീനിക്കാൻ ശ്രമിക്കുക, അവരെ പണം കൊടുത്ത് തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ തീർത്താലും തീരുന്നതല്ല ഈ പ്രശ്നങ്ങളെന്ന് അവർക്കറിയാം. കാരണം ഏതാളുടെ അക്കൗണ്ടിലേക്കാണ് ഈ പണം പോയിട്ടുള്ളത്? എന്താണ് സലാം മണലായ എന്ന് പറയുന്ന മുസ്ലിം ലീഗ് പ്രവർത്തകൻ ഇത്ര കാലം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കെ പ്രേംകുമാർ, CP വിജയൻ, C ബാലസുബ്രഹ്മണ്യൻ, KT അയ്യപ്പൻ, ശ്രീലത തുടങ്ങിയവർ നേതൃത്വം നൽകി. അനങ്ങനടി പാവുകോണത്ത് മകളെ വിവാഹം ചെയ്ത് കൊടുക്കാത്തതിന്റെ പേരിൽ വീട് കയറി ആക്രമിച്ച കേസിൽ 3 പേർ അറസ്റ്റിൽ. തൃക്കടിരി സ്വദേശികളായ മുഹമ്മദ് ഫാസിൽ, മുഹമ്മദ് ഫവാസ്, മുഹമ്മദ് സാദിഖ് എന്നിവരാണ് അറസ്റ്റിലായത്. ബുധനാഴ്ച രാത്രി 8 മണിയോടെയാണ് ആക്രമണം നടന്നത്. മകളെ വിവാഹം ചെയ്തു കൊടുക്കാത്തതിന്റെ വിരോധത്തിൽ പെൺകുട്ടിയുടെ വീട്ടിലും അടുത്ത ബന്ധുവിന്റെ വീട്ടിലും കയറി ആക്രമണം നടത്തിയെന്ന കേസിലാണ് 3 പേരെ ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത്. വീടുകളിൽ ഉണ്ടായിരുന്ന സ്ത്രീകളെയും കുട്ടികളെയും കമ്പിവടിയും സൈക്കിൾ ചെയിനും ഉപയോഗിച്ച് ആക്രമിക്കാൻ ശ്രമിക്കുകയും ബന്ധുവിനെ തടഞ്ഞു നിർത്തി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും നിർത്തിയിട്ടിരുന്ന വാഹനവും ജനാലകളും അടിച്ചു തകർത്ത് നാശനഷ്ടം വരുത്തിയെന്നുമാണ് കേസ്. സംഭവത്തിൽ തൃക്കടിരി ആറ്റാശ്ശേരി പടിഞ്ഞാറക്കര വീട്ടിൽ 20-കാരനായ മുഹമ്മദ് ഫാസിൽ, കുറ്റിക്കോട് കോടിയിൽ വീട്ടിൽ 21-കാരനായ മുഹമ്മദ് ഫവാസ്, വീരമംഗലം ചക്കാലക്കുന്നത്ത് വീട്ടിൽ 20-കാരനായ മുഹമ്മദ് സാദിഖ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പാണ്ടിക്കാട് പ്രവാസി വ്യവസായിയായ വട്ടിപ്പറമ്പത്ത് ഷമീറിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കനത്ത പോലീസ് കാവലിൽ 7 പ്രതികളെയാണ് സംഭവസ്ഥലത്തെത്തിച്ചത്. ബുധനാഴ്ചയും വ്യാഴാഴ്ചയുമായാണ് തെളിവെടുപ്പ് നടത്തിയത്. ചാവക്കാട് സ്വദേശി പണിക്ക വീട്ടിൽ ഹംഷീർ, പൊന്നാനി ബീവിപ്പടി സ്വദേശി കിഴക്കകത്ത് അഫ്സൽ, ചാവക്കാട് സ്വദേശി വെളിയങ്കോട് മുസ്തഫ, ചാവക്കാട് സ്വദേശി പുതുവീട്ടിൽ ഷംസീർ, കൊല്ലം കൊട്ടാരക്കര സ്വദേശി തലച്ചിറ മുഹമ്മദ് നൈഫ്, കൊട്ടാരക്കര സ്വദേശി ചാരുവിള ഷഹീർ, വെളിയങ്കോട് സ്വദേശി കിഴക്കകത്ത് അബ്തർ എന്നിവരെയാണ് തെളിവെടുപ്പിന് എത്തിച്ചത്. ഓഗസ്റ്റ് 12 രാത്രി 8-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പാണ്ടിക്കാട് ടൗണിൽ നിന്ന് വിനേഷ് ഗ്രൗണ്ടിന് സമീപത്തെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന ഷമീറിനെ GMLP സ്കൂളിന് മുന്നിൽ വെച്ചാണ് 2 കാറുകളിലായി എത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയത്. പഴുതടച്ച നീക്കത്തിലൂടെ കൊല്ലം കുരുവിക്കോണത്ത് നിന്നാണ് ഷമീറിനെയും മുഖ്യപ്രതികളെയും പോലീസ് കണ്ടെത്തിയത്. കേസിൽ നേരിട്ട് പങ്കെടുത്തവരും വാഹനങ്ങൾ ഏർപ്പാടാക്കിയവരും ഉൾപ്പെടെ 11 പ്രതികളെയാണ് മലപ്പുറം ജില്ലാ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതിൽ മുഖ്യപ്രതികളായ 7 പേരെയാണ് ബുധനാഴ്ച വൈകിട്ട് 5:30 പാണ്ടിക്കാട്ടേക്ക് തെളിവെടുപ്പിനായി കൊണ്ടുവന്നത്. ടൗണിൽ ഇറക്കിയ പ്രതികളെ സംഭവസ്ഥലത്തേക്ക് നടത്തിയാണ് കൊണ്ടുപോയത്. ശക്തമായ പോലീസ് കാവലിൽ പ്രതികളെ കൊണ്ടുവരുന്നത് കാണാൻ നിരവധി നാട്ടുകാരും തടിച്ചുകൂടിയിരുന്നു. കേസിലെ 1-ാം പ്രതിയായ ഹംഷീറിന് ഷമീറിനോടുള്ള വ്യക്തിവൈരാഗ്യമാണ് തട്ടിക്കൊണ്ടുപോകലിലേക്ക് നയിച്ചത്. ഇതിനിടെ പ്രതികൾ ഷമീറിന്റെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളുമായി ഫോണിൽ ബന്ധപ്പെട്ട് 1.5 കോടി രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ടിരുന്നു. ഷമീറിന്റെ തന്നെ വാട്സപ്പ് നമ്പർ ഉപയോഗിച്ചായിരുന്നു മോചനദ്രവ്യം ആവശ്യപ്പെട്ടത്. ഇത് കേസന്വേഷണത്തിൽ നിർണായക വഴിത്തിരിവായി. നിരവധി ക്രിമിനൽ കേസ് പശ്ചാത്തലമുള്ളവരാണ് കേസിലെ പ്രതികൾ. തെളിവെടുപ്പ് പൂർത്തിയാകുന്നതോടെ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. പെരിന്തൽമണ്ണ DYSP A പ്രേംജിത്ത്, ഇൻസ്പെക്ടർമാരായ VM ജയൻ, AC മനോജ് കുമാർ, S അശ്വത്, സുമേഷ് സുധാകരൻ എന്നിവരാണ് തെളിവെടുപ്പിന് നേതൃത്വം നൽകുന്നത്. മുണ്ടൂർ തൂത 4-വരിപ്പാത നിർമ്മാണത്തിലെ അശാസ്ത്രീയത വിദഗ്ധ സമിതി അന്വേഷിക്കണമെന്ന ആവശ്യം. പാതയിൽ അപകടങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ആവശ്യമുയരുന്നത്. ഒന്നല്ല, ഒട്ടനവധി പ്രശ്നങ്ങളാണ് ഈ പാതയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ചൂണ്ടിക്കാട്ടാനുള്ളത്.
മുണ്ടൂർ തൂത നാലുവരിപ്പാത നിർമ്മാണം ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ്. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ യാത്രാക്കുരുക്കിന് പരിഹാരമുണ്ടാക്കാൻ കൂടിയാണ് മുണ്ടൂർ തൂത റോഡ് നാലുവരിപ്പാതയാക്കി വികസിപ്പിക്കുന്നത്. കോഴിക്കോട് പാലക്കാട് ഗതാഗതത്തിന് 10 കിലോമീറ്റർ ദൂരക്കുറവുള്ള പാതയാകും പണി മുഴുവനായി കഴിയുമ്പോൾ ഇത്. എന്നാൽ റോഡ് നിർമ്മാണത്തിൽ അശാസ്ത്രീയതയുള്ളതായി തുടക്കത്തിൽ തന്നെ പരാതി ഉയർന്നിരുന്നു. ഇത് ശരിവെക്കും വിധമാണ് പാതയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങൾ. കുളക്കാട് ഭാഗത്ത് മാത്രം കഴിഞ്ഞ മാസങ്ങളിൽ സംഭവിച്ചത് നിരവധി അപകടങ്ങളും മരണങ്ങളുമാണ്. ഇതിൻ്റെ കാരണമായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത് റോഡിൻ്റെ പ്രശ്നം തന്നെ. കുളക്കാട്ടെ വളവുകളാണ് അപകടക്കെണിയാകുന്നത്. പാത 4 വരിയാകുമ്പോഴെങ്കിലും ഇവിടുത്തെ കൊടും വളവുകൾ നിവർത്തുമെന്നാണ് നാട്ടുകാർ കരുതിയിരുന്നത്. എന്നാൽ അതുണ്ടായില്ല. ഇപ്പോൾ വേഗതയിൽ വരുന്ന വാഹനങ്ങൾ വളവിൽ മറിയുന്നതും മറ്റു വാഹനങ്ങളുമായി കൂട്ടിയിടിക്കുന്നതും നിത്യസംഭവമാണ്. 4 വരിപ്പാത എന്നാണ് പേരെങ്കിലും പല ഭാഗത്തും ഇത് 2 വരിപ്പാതയായി ചുരുങ്ങുന്നതും കാണാം. ഇതും അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നതാണ്. മഴ പെയ്താൽ ചില ഭാഗങ്ങളിൽ രൂപപ്പെടുന്ന വെള്ളക്കെട്ടും റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയ്ക്ക് തെളിവായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. ചില ഭാഗങ്ങളിൽ റോഡിനേക്കാൾ ഉയർന്നു നിൽക്കും വിധമാണ് ഡ്രൈനേജുകൾ നിർമ്മിച്ചിട്ടുള്ളത്. ഇത് കാരണം വെള്ളം ഡ്രൈനേജിലേക്ക് കൃത്യമായി പോകാത്ത പ്രശ്നവുമുണ്ട്. വായില്യാങ്കുന്ന്, പെരിങ്ങോട്, മംഗലാകുന്ന്, കച്ചേരിക്കുന്ന് തുടങ്ങിയ മേഖലകളിൽ റോഡിന് വീതി കുറവുണ്ട്. സ്ഥലം ഏറ്റെടുക്കാത്തതാണ് ഇവിടങ്ങളിൽ റോഡ് ചുരുങ്ങാൻ കാരണം. റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത വിദഗ്ധ സമിതി അന്വേഷിക്കണമെന്ന് CPI ശ്രീകൃഷ്ണപുരം മണ്ഡലം കമ്മിറ്റി അംഗവും വെള്ളിനേഴി മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ ആലുംകുണ്ടിൽ രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു. റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥ തലത്തിൽ സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. മുണ്ടൂര് തൂത റോഡ് വളരെ ആളുകളുടെ പ്രതീക്ഷയായിരുന്നു. നാട്ടുകാരുടെയും ഇവിടെയുള്ള ഡ്രൈവർമാരുടെയും രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളുടെ ഒക്കെ ഒരു പ്രതീക്ഷയായിരുന്നു ഈ മുണ്ടൂർ തൂത സംസ്ഥാന പാത. എന്നാൽ അത് തുടക്കത്തിൽ തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഈ റോഡിൻ്റെ പണി അശാസ്ത്രീയമായ രീതിയിലാണ് പണിയെടുക്കുന്നത്. അന്ന് തന്നെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ്. ഇപ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും ഈ പണി പുരോഗമിച്ചു വരുമ്പോൾ നൂറുകണക്കിന് ആളുകളാണ് ദിനം പ്രതി മുണ്ടൂർ മുതൽ തൂത എത്തുമ്പോഴേക്കും ഈ റോഡ് അപകടത്തിൽപ്പെടുന്നത്. ഈ അടക്കാപുത്തൂർ സെൻറ്ററിൽ ഇപ്പോൾ ഇവിടെ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഒരു അരമണിക്കൂർ നിന്നാൽ മതി. തലനാരഴയ്ക്കാണ് അപകടങ്ങൾ പതിഞ്ഞിരിക്കുന്നത്. കുളക്കാട് വളവിലൊക്കെ എങ്ങനെയാണ് ആളുകൾ രക്ഷപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല. കാരണം ഇത് ഒരു ഉദ്യോഗസ്ഥനല്ല. ഇപ്പം ഞാൻ മനസ്സിലാക്കിയത് ഒരു 4 ആളറ്റം മാറി എന്നാണ് തോന്നുന്നത്. ഒരു ഉദ്യോഗസ്ഥനെ വിളിച്ചാൽ പറയും ഞാൻ അവിടുന്ന് മാറി, ഇപ്പം വേറെ ആളാണ് പറഞ്ഞ നമ്പർ തരും. ഇപ്പം ഈ അടക്കാപ്പൂത്തിരി വെള്ളക്കെട്ടിന് വേണ്ടി ഞാൻ 3-4 പ്രാവശ്യം വിളിച്ചപ്പോൾ അവർ ഓരോ ദിവസം പറയും ഞാൻ മാറി അവിടുന്ന് എന്നാണ് പറഞ്ഞത്. അവസാനം ആ ഉദ്യോഗസ്ഥനെ വഴി തടയെന്ന് പറഞ്ഞപ്പോഴാണ് പിറ്റേ ദിവസം വന്നിവിടെ ഈ വെള്ളക്കെട്ടിന് പരിഹാരം ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഇതൊരു വിദഗ്ധ സമിതി അന്വേഷിക്കണം. പിന്നെ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഈ ഉദ്യോഗസ്ഥ തലത്തിൽ ഈ ഗവൺമെൻറ്റിനെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി ചില ഗൂഢാലോചന നടക്കുന്നുണ്ടോ എന്നാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം ഈ റോഡ് വളരെ പ്രധാനപ്പെട്ട മുണ്ടൂരിൽ നിന്ന് അല്ലെങ്കിൽ പാലക്കാട്ടിൽ നിന്ന് ഏറ്റവും എളുപ്പം പെരിന്തൽമണ്ണയിലേക്ക് എത്തിച്ചേരാൻ പറ്റിയ റോഡാണ് ഈ റോഡ്. ഈ റോഡിനെ അപ്പോൾ ഗവൺമെൻറ് തലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു കാഴ്ചപ്പാടിനെ അട്ടിമറിക്കുന്ന രീതിയിലാണ് ചില ഉദ്യോഗസ്ഥന്മാർ ഈ റോഡിനോടും ഈ നാടിനോടും കാണിക്കുന്നത് എന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് നിഷേധിക്കാൻ കഴിയില്ല. ബസ് സ്റ്റോപ്പുകൾ നിർമ്മിച്ചതിലും അപാകതകൾ ചൂണ്ടിക്കാട്ടുന്നു. ഡിവൈഡറുകൾ, മാർക്കിംഗ് എന്നിവ വേണ്ട രീതിയിലല്ല എന്നും പരാതിയുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു ബസ് സ്റ്റോപ്പ് ഈ U-ടേൺ തിരിയുന്ന ഭാഗത്ത് ഒരു ബസ് സ്റ്റോപ്പ് കൊണ്ടുവന്ന് തിരികെ വെച്ചിട്ടുണ്ട്. അതിൽ ആളുകൾക്ക് നിൽക്കാൻ പറ്റില്ല. അത് വേറൊരു വശം ചോർന്നിട്ട് അത് ആ പണിയൊന്നും ശരിയായിട്ടില്ല. അതിൻ്റെ പുറമെ കുറച്ച് അപ്പുറവും ഇപ്പുറവും ഒക്കെ ഇത് ഈ ബസ് സ്റ്റോപ്പ് വെക്കേണ്ട സാഹചര്യത്തിൽ ഈ ജനങ്ങൾ തിങ്ങി നിറഞ്ഞ് ഇവിടെ റോഡ് U-ടേണായി നിൽക്കുന്ന ഭാഗത്താണ് ഈ ബസ് സ്റ്റോപ്പ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ ബസ് സ്റ്റോപ്പ് തന്നെ ഇവിടെ വെക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഒറ്റപ്പാലം MLA പ്രേംകുമാറിനെ ഞങ്ങൾ വിളിച്ച് പ്രേംകുമാർ കൃത്യമായിട്ട് അതിൽ ഇടപെട്ടാണ് ആ ബസ് സ്റ്റോപ്പ് കുറച്ച് മാറ്റാൻ സാധിച്ചത്. പക്ഷേ അത് MLA തിരിഞ്ഞപ്പോഴേക്ക് വേറൊരു ബസ് സ്റ്റോപ്പ് ഇവിടെ കൊണ്ടുവന്ന് ഈ ജനവാസ മേഖലയിൽ കൊണ്ടുവന്ന് കുത്തിതിരികെ വെച്ചു. അതുകൊണ്ട് ഇത് മുഖ്യമന്ത്രിയും അത് വകുപ്പ് മന്ത്രിയും നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഈ ഉദ്യോഗസ്ഥരെ നിലയ്ക്ക് നിർത്തണം. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലോകബാങ്കിന്റെ സഹായത്തോടെ 364 കോടി രൂപ ചെലവിട്ടാണ് 4 വരിപ്പാത നിർമ്മാണം പുരോഗമിക്കുന്നത്. തൂതപ്പുഴയ്ക്ക് കുറുകെ പുതിയ പാലം ഉൾപ്പെടെ 5 പാലങ്ങളും 112 കലുങ്കുകളും ഇതിൽ ഉൾപ്പെടുന്നു. നാടിന്റെ വികസന കുതിപ്പിൽ വലിയൊരു സാക്ഷ്യമായി ചൂണ്ടിക്കാട്ടുന്ന പദ്ധതിയുടെ അശാസ്ത്രീയത കൂടി പരിഹരിക്കണമെന്ന ആവശ്യമാണ് വിവിധ കോണുകളിൽ നിന്നും ശക്തിപ്പെടുന്നത്.
ഇടവേള. വാർത്തകൾ തുടരുന്നു. ഇടതുപക്ഷ സർക്കാരിന്റെ കർഷകദ്രോഹ നയങ്ങൾ കർഷകരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയാണെന്നാരോപിച്ച് ബ്ലോക്ക് കർഷക കോൺഗ്രസ് മണ്ണാർക്കാട് കണ്ണീർ ദിനം ആചരിച്ചു. KPCC സെക്രട്ടറി P. ഹരിഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മണ്ണാർക്കാട് ബ്ലോക്ക് ഓഫീസ് പരിസരത്ത് സംഘടിപ്പിച്ച പ്രതിഷേധ ദിനത്തിൽ നിരവധി കർഷകർ പങ്കെടുത്തു. ഈ രാജ്യത്ത് വികസനം വരുമ്പോൾ അതിനെ ഒരേപോലെ എതിർക്കുന്നവരാണ് CPM ഉം BJP-യും എന്ന് ഉദ്ഘാടനം ചെയ്ത KPCC സെക്രട്ടറി P. ഹരിഗോവിന്ദൻ പറഞ്ഞു. നമുക്കറിയാം, ഇന്ത്യയിലെ സ്വാതന്ത്ര്യം കിട്ടുന്ന കാലഘട്ടത്തിൽ നമ്മുടെ അവസ്ഥ എന്തായിരുന്നു? 40 കോടി ജനങ്ങളുണ്ടായിരുന്ന ഇന്ത്യക്കാർക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനുള്ള ഭക്ഷ്യധാന്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നില്ല. അമേരിക്കക്കാരൻ്റെ ഗോതമ്പ് വാങ്ങി ഗോതമ്പും പാലും കഴിച്ചത് ആ കാലം നമുക്ക് ഓർമ്മ വരികയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം തന്നെ മുന്നോട്ട് വെച്ചത്. നമ്മുടെ അതിര് കാക്കുന്ന, അന്തി ഉറങ്ങാൻ നമ്മുടെ രാജ്യത്തെ കാത്തുകൊണ്ടിരിക്കുന്ന ജവാനെയും അതുപോലെ തന്നെ നമ്മൾക്ക് അന്നം തരുന്ന കർഷകനെയും അതിര് കാക്കുന്ന കർഷകനെയും ബഹുമാനിക്കണമെന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നയം. ഒട്ടേറെ പദ്ധതികളാണ് പഞ്ചവത്സര പദ്ധതികളിലൂടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയിലെ കർഷകർക്ക് വേണ്ടി കൊണ്ടുവന്നത്. അന്ന് പഞ്ചവത്സര പദ്ധതിയെ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചവരാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്ത നമ്മുടെ CPM-ന്റെ ആളുകളെന്ന് നമുക്ക് ഓർമ്മ വേണം. ഈ രാജ്യത്ത് വികസനം വരുമ്പോൾ ഒക്കെ തന്നെ കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടി ഒരേപോലെ പണിയെടുത്തവരാണ് ഭാരതീയ ജനതാ പാർട്ടി ആളുകളും പ്രിയമുള്ള നമ്മുടെ CPM-ന്റെ ആളുകളും. യോഗത്തിൽ കർഷക കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് KG ബാബു അധ്യക്ഷത വഹിച്ചു. MC വർഗീസ്, TK ഇപ്പു, സക്കീർ തയ്യിൽ, അൻവർ ആമ്പാടത്ത്, ശിഹാബ് കുന്നത്ത്, വിജയലക്ഷ്മി, ആരിസ് ജോസഫ്, ബേബി ശരണംകുന്നേൽ എന്നിവർ പ്രസംഗിച്ചു. പട്ടാമ്പി കുളപ്പുള്ളി പാതയിലെ വാടനാംകുറിശി റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തെ സർവീസ് റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിരുന്ന ഗതാഗത നിയന്ത്രണം ഒഴിവാക്കി. ബസ്സുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വാഹനങ്ങൾക്കുമായി സർവീസ് റോഡ് തുറന്നുകൊടുത്തു. ഒരു മാസക്കാലമായി പട്ടാമ്പി കുളപ്പുള്ളി പാതയിൽ ഏർപ്പെടുത്തിയിരുന്ന ഗതാഗത നിയന്ത്രണമാണ് ഒഴിവാക്കിയത്. ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ രാവിലെ മുതൽ ഇതിലൂടെ കടന്നുപോകാൻ തുടങ്ങി. വാടനാംകുറിശി റെയിൽവേ മേൽപ്പാലവുമായി ബന്ധപ്പെട്ടുള്ള സർവീസ് റോഡിന്റെ നവീകരണത്തിനായാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത്. പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവൃത്തികൾ റോഡിനോട് ചേർന്നാണ് ഇപ്പോൾ നടക്കുന്നത്. കട്ടവിരിക്കൽ ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ പൂർത്തിയാക്കിയാണ് സർവീസ് റോഡുകളിലൂടെയുള്ള ഗതാഗതം ആരംഭിച്ചത്. എന്നാൽ ഉയരക്കൂടുതലുള്ള ചരക്ക് വാഹനങ്ങൾ ഇതിലൂടെ കടന്നുപോകുമ്പോൾ പാലത്തിനടിയിൽ തടയുന്ന സ്ഥിതിയുണ്ട്. പുതുതായി പണിത റോഡായതിനാൽ ഇരു റോഡുകളിലൂടെയും പോകുന്ന വാഹനങ്ങൾ വേഗത കുറച്ചും ഒറ്റവരിയായും പോകണമെന്നും ഷൊർണൂർ പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാതയുടെ മഞ്ഞളങ്ങൽ, വാടാനാംകുറിശി ഭാഗങ്ങളിലെ നിർമ്മാണ പ്രവൃത്തികളും പുരോഗമിക്കുകയാണ്. ഇവിടങ്ങളിലെ റോഡ് തകർച്ച പരിഹരിക്കാൻ ആവശ്യമായ നടപടികളും ഉണ്ടാകണമെന്നാണ് ആവശ്യം. പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ സ്ഥിരതാമസക്കാരെ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കുന്നതിനായി BJP-യുടെ ആസൂത്രിത ശ്രമം എന്ന ആരോപണം. CPM പഞ്ചായത്ത് സെക്രട്ടറിയോട് താൽക്കാലികമായി ഹിയറിംഗ് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു. പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്ന് BJP പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വോട്ടർ പട്ടികയിൽ സ്ഥിരതാമസക്കാരുടെ പേര് നീക്കം ചെയ്യാനുള്ള ശ്രമം നടക്കുന്നതെന്നാണ് CPM-ന്റെ ആരോപണം. ലോക്കൽ സെക്രട്ടറി അശോക് കുമാർ, വേണു പുഞ്ചപ്പാടം, ഹരിശങ്കർ മുന്നൂർക്കോട്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ജയശ്രീ, രതീഷ് എന്നിവരാണ് പഞ്ചായത്ത് സെക്രട്ടറിയോട് താൽക്കാലികമായി ഹിയറിംഗ് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടത്. CPM പ്രവർത്തകരുടെ ആവശ്യപ്രകാരം സെക്രട്ടറി സർവകക്ഷി യോഗം വിളിക്കുകയും സ്ഥിരതാമസത്തിന്റെ രേഖകളുമായി എത്തുന്ന ആളുകളെ വോട്ടർ പട്ടികയിൽ നിലനിർത്താൻ തീരുമാനിക്കുകയും ചെയ്തു. ആലിപ്പറമ്പ് പഞ്ചായത്തിലെ ഒടമല, പരിയാപുരം ഭാഗങ്ങളിൽ കൃഷിക്ക് ഭീഷണിയായ കാട്ടുപന്നികളെ ഷൂട്ടർമാർ വെടിവെച്ചു.
അംഗീകാരമുള്ള ഷൂട്ടർമാരുടെയും സഹായികളുടെയും നേതൃത്വത്തിൽ 12 പന്നികളെയാണ് വെടിവെച്ചിട്ടത്. രാവിലെ മുതൽ വൈകിട്ട് വരെ തുടർന്ന മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനിടയിലാണ് കൃഷിക്ക് ഭീഷണിയായ കാട്ടുപന്നികളെ വെടിവെച്ചത്. ആലിപ്പറമ്പ് പഞ്ചായത്തിലെ 4-5 വാർഡുകൾ ഉൾപ്പെടുന്ന പരിയാപുരം, ഉടമല ഭാഗങ്ങളിലാണ് പന്നിവേട്ടയുമായി ഷൂട്ടർമാരും സഹായികളും മുന്നിട്ടിറങ്ങിയത്. ഈ പ്രദേശത്തെ ലക്ഷക്കണക്കിന് രൂപയുടെ കാർഷിക വിളകളാണ് കാട്ടുപന്നികൾ മൂലം നശിപ്പിക്കപ്പെടുന്നത്. ഭീഷണിയായ കാട്ടുപന്നികളെ തുരത്തിയത് കർഷകർക്ക് ആശ്വാസമായി. കാട്ടുപന്നിവേട്ട ഇനിയും തുടരുമെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം CT നൌഷാദ് അലി, ഹംസക്കുട്ടി എന്നിവർ പറഞ്ഞു. ആലിപ്പറമ്പ് പഞ്ചായത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുണ്ടായിരുന്ന ഒരു വലിയ പ്രശ്നമായിരുന്നു കാട്ടുപന്നികളുടെ ശല്യം എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലെ കൃഷി വ്യാപകമായി നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കർഷകർ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് വിവിധ തരത്തിലുള്ള കൃഷികൾ ചെയ്യുകയും എന്നാൽ അത് പന്നി നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതിയിലെ തീരുമാനത്തിൻ്റെ ഭാഗമായി ലൈസൻസുള്ള ഷൂട്ടർമാർ നമ്മുടെ 4-5 വാർഡുകളിൽ ഉടമല പരിയാപുരം പ്രദേശങ്ങളിൽ പന്നിവേട്ട നടത്തുകയും ഏകദേശം 12ഓളം പന്നികളെ ഇന്ന് വെടിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടുത്തെ കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമാണ്. കാരണം ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് ചെയ്യുന്ന കൃഷി നാശം വരുത്തുക എന്ന് പറയുന്നത് മാനസികമായിട്ട് അവർക്ക് വലിയ പ്രയാസം ഉണ്ടാക്കിയിരുന്നു. മാത്രമല്ല ഇന്നത്തെ ദിവസമാണ് ഇന്ന് ഈ 2 വാർഡുകളിൽ പന്നിവേട്ട നടത്തിയത്. വരും ദിവസങ്ങളിൽ പഞ്ചായത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ കൂടെ ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള പന്നിവേട്ട നടത്തുന്നതാണ്. അലി നെല്ലിങ്കര, ദേവകുമാർ വരിക്കത്ത്, മനോജ് കുമാർ മണ്ഡലായ, ഇസ്മായിൽ താഴേക്കോട്, ചന്ദ്രൻ വരിക്കത്ത്, തോമസ് VJ എന്നീ 6 ഷൂട്ടർമാരും സഹായികളുമാണ് പന്നിവേട്ട നടത്തിയത്. നവീകരിച്ച കുമരംപുത്തൂർ പള്ളിക്കുന്നിലെ ചെരവപ്പാടം വലിയംകുളം നാടിന് സമർപ്പിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 23 ലക്ഷം രൂപ ചെലവിലാണ് കുളം നവീകരിച്ചത്. നാടിന് ഉത്സവാന്തരീക്ഷം പകർന്ന് നടത്തിയ ചടങ്ങിൽ N. ഷംസുദ്ദീൻ MLA കുളം നാടിന് സമർപ്പിച്ചു. പള്ളിക്കുന്ന് ചെരുവപ്പാടത്തെ കൃഷിക്ക് ജലസേചനവും പ്രദേശത്തുകാർക്ക് കുളിക്കാനുമായി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പരേതനായ മണ്ണറോട്ടിൽ അസീസിന്റെ കുടുംബമാണ് ഏതാണ്ട് 30 സെന്റ് വിസ്തൃതിയുള്ള കുളം നിർമ്മിച്ചത്. ഏക്കർ കണക്കിന് ഭൂമിയിലേക്കുള്ള ജലസ്രോതസ്സും ഈ കുളമായിരുന്നു. പ്രദേശത്തെ കുട്ടികൾ നീന്തൽ പരിശീലിച്ചിരുന്നതും ഇവിടെയാണ്. കൃഷിയില്ലാതായതോടെ കുളം പരിപാലിക്കാതെ കാടും പായലും മൂടി നശിച്ചു തുടങ്ങിയ സാഹചര്യത്തിലാണ് നാട്ടുകാരുടെയും പഞ്ചായത്ത് അംഗം ലക്ഷ്മിക്കുട്ടിയുടെയും അഭ്യർത്ഥന പ്രകാരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മുസ്തഫ വറോഡൻ കുളം നന്നാക്കാൻ മുന്നിട്ടിറങ്ങിയത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് 23 ലക്ഷം രൂപയാണ് ഇതിനായി അനുവദിച്ചത്. കുളത്തിന്റെ വശങ്ങൾ കെട്ടി കുളിക്കടവും നിർമ്മിച്ചു. ചുറ്റും ഗ്രില്ല് സ്ഥാപിച്ചു. ചുറ്റുപാടും കട്ടവിരിക്കുന്ന ജോലി കൂടി ബാക്കിയുണ്ട്. മഴ കുറഞ്ഞാലുടൻ ഇതും പൂർത്തിയാകും. സ്ഥായിയായ വികസനമാണ് കുളം നവീകരണത്തിലൂടെ സാധ്യമായതെന്ന് ഉദ്ഘാടനം ചെയ്ത N. ഷംസുദ്ദീൻ MLA പറഞ്ഞു. കുളം നവീകരിച്ചതിലൂടെ പ്രദേശത്തെ കിണറുകളിലെ ജലലഭ്യത ഉറപ്പുവരുത്താൻ കഴിയുമെന്നും MLA പറഞ്ഞു. ഇപ്പോ ഇങ്ങനെയുള്ള കുളങ്ങളൊക്കെ പരിരക്ഷിക്കപ്പെടാതെ പോയി കാലങ്ങളായി. എല്ലാവർക്കും സ്വന്തമായ കിണറും വീട്ടില് ബാത്റൂം സംവിധാനവും പൈപ്പൊക്കെ ഉണ്ടായി. പക്ഷെ ഇടക്കാലത്ത് വീണ്ടും നമ്മുടെ പഴയ ജലസംഭരണികൾ, നീർച്ചാലുകൾ ഒക്കെ സംരക്ഷിക്കാനുള്ള വളരെ ആസൂത്രിതമായ ശ്രമം പഞ്ചായത്തുകൾ അധികാരത്തോടുകൂടി വന്നപ്പോൾ കഴിഞ്ഞ 2-3 പതിറ്റാണ്ടുകളായി നടന്നുകൊണ്ടിരിക്കുക. പഞ്ചായത്തുകളുടെ പ്രവർത്തനം തന്നെ ഒന്ന് നമുക്കറിയാം, നിർമ്മാണ മേഖലയിൽ ഉണ്ടാവണം, അതുപോലെ തന്നെ ഉൽപാദന മേഖലയിൽ ഉണ്ടാകണം. ഇങ്ങനെ വ്യത്യസ്ത മേഖലയിൽ വികസനം വരണം എന്നുള്ള കാഴ്ചപ്പാടാണ്. ഇതൊക്കെ ഉൽപാദന മേഖലയിൽ വരുന്നതാണ്. ജലസംഭരണികളാവട്ടെ, കൃഷിക്ക് വേണ്ടിയുള്ള സഹായങ്ങളാവട്ടെ, ഇതൊക്കെ. അപ്പം അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇതൊരു സ്ഥിരമായ സ്ഥായിയായ വികസനമാണ്. ഇവിടെ ഇത്രയും വലിയൊരു ജലസംഭരണി ഉണ്ടാകുമ്പോൾ ഇപ്പം മഴക്കാലമായതുകൊണ്ട് വെള്ളം നല്ലോണം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. എന്നാലും ഈ വെള്ളം കുറച്ചൊക്കെ താവും. പക്ഷെ എത്ര താന്നാലും ഈ കുളത്തിലെ വെള്ളത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ കിണറുകളിലൊക്കെ വെള്ളം ഉണ്ടാവും, ഈ പരിസരത്തൊക്കെ. അതാണ് നമ്മൾ ഈ ജലസംഭരണികൾ സംരക്ഷിക്കുന്നതിലൂടെ, വലിയ കുളങ്ങൾ സംരക്ഷിക്കുന്നതിലൂടെ നാടിന് മൊത്തത്തിൽ കിട്ടുന്ന ഒരു ഗുണം. പഞ്ചായത്ത് പ്രസിഡന്റ് രാജനാമ്പാടത്ത് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മുസ്തഫ വറോഡൻ മുഖ്യാതിഥിയായി. ഇത്തരത്തിലുള്ള ഒരു കുളം, നല്ല രീതിയിലുള്ള കുളം, ഇനിയിപ്പോൾ ഇതിന് നമുക്ക് ഈ സൈഡിൽ കട്ട പതിക്കേണ്ടതുണ്ട്. അതിപ്പോൾ ഇപ്പോൾ പതിച്ചു കഴിഞ്ഞാൽ ഈ ചെളിയിൽ അത് അമന്നു പോകും. അപ്പോൾ ഒന്ന് ഉണങ്ങിയതിന് ശേഷം അതിന് ഫണ്ട് ഓൾറെഡി ഇതിൽ വെച്ചിട്ടുണ്ട്, അതും കൂടി ഇതിൻ്റെ ഭാഗമാണ്. എന്നാൽ മാത്രമേ ഇത് പൂർത്തീകരണം എന്ന് പറയാനാവുള്ളൂ. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റസീന വറോഡൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ സഹദ് അരിയൂർ, ഇന്ദിര മടത്തുംപുള്ളി, PM നൌഫൽ തങ്ങൾ, പഞ്ചായത്ത് അംഗം K. ലക്ഷ്മിക്കുട്ടി, പഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് ശിവപ്രകാശ്,
നേതാക്കളായ മുഹമ്മദ് അലി അൻസാരി, ബഷീർ കാട്ടിക്കുന്നൻ, മുഹമ്മദ് അലി മണ്ണറോട്ടിൽ, ആമ്പാടത്ത് ബാപ്പുട്ടി, അലവ് ഹാജി, യൂനസ് കാട്ടിക്കുന്നൻ, കുഞ്ഞു മുഹമ്മദ് മൗലവി തുടങ്ങിയവർ പ്രസംഗിച്ചു. പട്ടാമ്പി നീലകണ്ഠ ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ റിസർച്ച് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. കോളേജ് പ്രിൻസിപ്പാൾ ഇൻചാർജ് ഡോക്ടർ എം രാജലക്ഷ്മി ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിച്ച കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ മികവിനെ കുറിച്ചാണ്. കാരണം 2004 കഴിഞ്ഞ വർഷമാണ് ഇത് ഗവേഷണ ഡിപ്പാർട്ട്മെന്റായിട്ട് അംഗീകാരം ലഭിക്കുന്നത്. ഈ ഒരു വർഷം കൊണ്ട് തന്നെ അവിടെ 3 റിസർച്ച് ഗൈഡുമാരുണ്ട്, 10 റിസർച്ച് സ്കോളേഴ്സ് ഉണ്ട്. മാത്രമല്ല ഈ വർഷം സംഘടിപ്പിക്കുന്ന 2ാമത്തെ റിസർച്ച് ഫോറത്തിൻ്റെ പരിപാടിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഗവേഷണാത്മകമായ അതുപോലെ തന്നെ വിജ്ഞാനത്തെ വർദ്ധിപ്പിക്കാനുള്ള ഇത്തരത്തിലുള്ള പരിപാടികൾ ഏറ്റെടുത്ത് നടത്തുന്ന കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റിനെ ആദ്യമേ തന്നെ അഭിനന്ദിക്കട്ടെ. കൊമേഴ്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശിവകുമാർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾസ് ഇൻ റിസർച്ച് എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. ഡിപ്പാർട്ട്മെന്റ് മേധാവി റോസിന ബേബി അധ്യക്ഷത വഹിച്ചു. കൊമേഴ്സ് വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീജ പി, കോളേജ് IQAC മെമ്പർ ഡോക്ടർ സുധീർ കുമാർ, കോളേജ് ലൈബ്രറിയൻ ഡോക്ടർ ഷാജഹാൻ KP, ഗവേഷക വിദ്യാർത്ഥി ശ്രുതി MS എന്നിവർ സംസാരിച്ചു. സമാപന സമ്മേളനത്തിൽ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ബിന്ദു മേനോൻ, തൃത്താല ഗവൺമെൻറ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ രേഖ P, ഗവേഷക വിദ്യാർത്ഥി പ്രോഗ്രാം കോർഡിനേറ്റർ ആഷിക എന്നിവർ സംസാരിച്ചു. വിവിധ കോളേജുകളിലെ 50ഓളം അധ്യാപകരും ഗവേഷകരും പങ്കെടുത്തു. ഒരു ഇടവേള കൂടി. വീണ്ടും വാർത്തകളിലേക്ക്. ഇനി വാണിജ്യ വാർത്തകൾ. ലേഡീസ് ഇമ്പോർട്ടഡ് വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഈറ ബ്യൂട്ടിക് ചെർപ്പളശ്ശേരിയിൽ ഫെഡറൽ ബാങ്കിന് സമീപം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി പാലക്കാട് ജില്ലാ സെക്രട്ടറിയും ചെർപ്പളശ്ശേരി യൂണിറ്റ് പ്രസിഡന്റുമായ KA ഹമീദ് ഉദ്ഘാടനം നിർവഹിച്ചു. ലേഡീസ് വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരമൊരുക്കിയാണ് ഈറ ബൂട്ടിക് ചെർപ്പളശ്ശേരി ഫെഡറൽ ബാങ്കിന് സമീപം പ്രവർത്തനം ആരംഭിച്ചത്. വ്യാപാരി വ്യവസായ ഏകോപന സമിതി പാലക്കാട് ജില്ലാ സെക്രട്ടറിയും ചെർപ്പളശ്ശേരി യൂണിറ്റ് പ്രസിഡന്റുമായ KA ഹമീദ് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മാനേജ്മെന്റ് പ്രതിനിധികളും കുടുംബാംഗങ്ങളും സാമൂഹിക രംഗത്തെ പ്രമുഖരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ലേഡീസ് ഇമ്പോർട്ടഡ് വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരമാണ് ഈറ ബൂട്ടിക് ഒരുക്കിയിരിക്കുന്നത്. ചുരിദാർ, ഗൗൺ, ടോപ്പ്, വെസ്റ്റേൺ ടോപ്പ്, ഷോർട്സ്, കുർത്തീസ്, ലോങ് ടോപ്പ്, ജീൻസ് ടോപ്പ്, ടീഷർട്ട് എന്നിങ്ങനെ വെസ്റ്റേൺ ഇമ്പോർട്ടഡ് മോഡൽ വസ്ത്രങ്ങൾ മിതമായ നിരക്കിലാണ് ഈറ ബ്യൂട്ടിക്കിൽ നൽകുന്നത്.
സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിൽ ചരിത്രം രചിച്ച പെരിന്തൽമണ്ണ പട്ടിക്കാട് മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ പുതിയ ബാച്ച് ആരംഭിച്ചു. ബാച്ചിന്റെ ഉദ്ഘാടനം മാനേജിംഗ് ഡയറക്ടർ കെ ഉസ്മാൻ നിർവഹിച്ചു. പെരിന്തൽമണ്ണ പട്ടിക്കാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ കേരള സർക്കാരിന്റെ അംഗീകാരമുള്ള ഇലക്ട്രിക്കൽ, ഓട്ടോമൊബൈൽ, മെക്കാനിക്കൽ, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് വിഭാഗങ്ങളിലെ 2025-2027 ബാച്ചുകളുടെ ഉദ്ഘാടനമാണ് വ്യാഴാഴ്ച നടന്നത്. ക്യാമ്പസിൽ വെച്ച് നടന്ന ചടങ്ങിൽ മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മാനേജിംഗ് ഡയറക്ടർ കെ ഉസ്മാൻ ബാച്ചുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ കോഴ്സ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കാം. ഒരു കോഴ്സിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും പ്രധാനമായ ഘടകം ആ കോഴ്സിന് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന് അംഗീകാരമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. 2, ഇത് പഠിച്ചു കഴിഞ്ഞാൽ ജോലി സാധ്യത ഉണ്ടോ ഇല്ലയോ, ജോലി കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നാണ് 2ാമത്തെ കാര്യം. 3ാമത്തെ കാര്യം, ഇതിന് അടിസ്ഥാനപരമായി പ്രാക്ടിക്കൽ ക്ലാസ് നടത്താനോ അല്ലെങ്കിൽ തിയറി ക്ലാസ് നടത്താനോ അടിസ്ഥാന സൗകര്യങ്ങളുണ്ടോ എന്ന്. ഇങ്ങനെ 3 കാര്യമാണ് പ്രധാനമായും ഇവിടെ നോക്കേണ്ടത്. ഇവിടെ നിലവിലെ ഈ പറയപ്പെട്ട 4 കോഴ്സുകൾക്ക് തന്നെ കേരള സർക്കാരിന്റെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ അംഗീകാരമാണ്. കേരള സർക്കാരിന്റെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള ഒരു ഡിപ്പാർട്ട്മെന്റാണ് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറയുന്നത്. പുതിയ അധ്യയന വർഷം മുതൽ ഇലക്ട്രിക്കൽ വെഹിക്കിൾ ടെക്നോളജി, സോളാർ ടെക്നീഷ്യൻ, ഓട്ടോമൊബൈൽ, എയർ കണ്ടീഷനിംഗ് എന്നിവയിൽ സ്പെഷ്യൽ സ്കിൽ ഡെവലപ്മെന്റ് സ്കീം പ്രകാരം കോഴ്സിനോടൊപ്പം പരിശീലനം നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിലെ തന്നെ പേരുകേട്ട ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഒന്നായ മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിക്ക് ഇതിനോടകം നിരവധി വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം മികച്ച സൗകര്യങ്ങളോടെ നൽകി സമൂഹത്തിന്റെ ഉന്നത തലങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. മികച്ച അടിസ്ഥാന സൗകര്യങ്ങളോടെ വിശാലമായ ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന ഏക ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടിയാണ് മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. ഈ വർഷത്തെ അഡ്മിഷൻ പ്രക്രിയ സെപ്റ്റംബർ മാസം പകുതിയോടെ അവസാനിക്കാനിരിക്കെ ഏതാനും സീറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. പെർഫെക്റ്റ് TTI പ്രിൻസിപ്പാൾ ഡോക്ടർ അഷ്റഫ് ആലുങ്ങൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മാനേജർ സുപി KM, മലബാർ ITC പ്രിൻസിപ്പാൾ അനീഷ്, എടപ്പാൾ നാഷണൽ ITI പ്രിൻസിപ്പാൾ അർജുൻ, നിലമ്പൂർ പെർഫെക്റ്റ് ITI പ്രിൻസിപ്പാൾ സഫ്വാൻ, വിജയമോഹൻ T, പെർഫെക്റ്റ് ITI മാനേജർ സുനീർ T, മാനേജർ ശശി തുടങ്ങിയവർ സംസാരിച്ചു. ഇനി കാണാം ഷോർട്ട് ന്യൂസ്. മണ്ണാർക്കാട് പ്രസ് ക്ലബിന്റെ ഓണാഘോഷവും ഉപഹാര സമർപ്പണവും N. ഷംസുദ്ദീൻ MLA നിർവഹിച്ചു. ഓണം ഒത്തൊരുമയുടെയും സാഹോദര്യത്തിന്റെയും ആഘോഷമാണെന്ന് MLA പറഞ്ഞു. ഓണാഘോഷത്തിന്റെ ഭാഗമായി പ്രസ് ക്ലബിൽ പൂക്കളവും പായസ വിതരണവും നടത്തി. തുടർന്ന് ക്ലബിൽ നടന്ന ചടങ്ങ് MLA അഡ്വക്കേറ്റ് N. ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ആ ആഘോഷം ഉയർത്തിപ്പിടിക്കുന്ന സന്ദേശവും അതിന്റെ മൂല്യവും വളരെ വലുതാണ്. എല്ലാവരും സമന്മാരാകുന്ന, ഒട്ടും കള്ളവും ഒളിവുമില്ലാത്ത ഒരു കാലഘട്ടത്തിന്റെ ഗതകാല സ്മരണകളാണ് ഓണാഘോഷത്തിലൂടെ കേരളം മുഴുവനും ഇന്ന് ഓർത്തെടുക്കുന്നത്. അപ്പോൾ ആ ഒരു നാളെ ഇന്നലകളിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ കുറേ പൈതൃകങ്ങളുണ്ട്, ഈ നാടിന്റെ കുറേ നന്മകളുണ്ട്. മനുഷ്യർ തമ്മിലുള്ള ഐക്യവും സ്നേഹവും സന്തോഷവും പാരസ്പര്യവും ഒക്കെ ഉണ്ട്. കൊടുത്തും വാങ്ങിയും ആളുകളെ സ്വീകരിച്ചും ചടങ്ങുകളിൽ ഏർപ്പെടുത്തിയും ഓണസദ്യകൾ നാട്ടിലാകെ എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കുകയും ഒക്കെ ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്ന ഒരു സാഹോദര്യം. അതോടൊപ്പം ഈ കേരളത്തിന്റെ
കുറേ തനത് കലകൾ, അത് നമ്മുടെ പൈതൃകമാണ്. ആ കലകളെല്ലാം പരിപോഷിക്കപ്പെടുന്നതും അത് വിവിധ തരത്തിൽ അവതരിപ്പിക്കപ്പെടുന്നതും ഈ ഒരു സമയത്താണ്. പ്രസ് ക്ലബ്ബ് നവീകരണത്തിന് നേതൃത്വപരമായി പങ്കുവഹിച്ച മലബാർ ചാനൽ റിപ്പോർട്ടർ ജസിയം ജോയിയെയും പ്രസ് ക്ലബ്ബ് നവീകരണം പൂർത്തിയാക്കിയ ഡി ലൈൻ MD ഉബൈദിനെയും ആദരിച്ചു. ഇവർക്കുള്ള ഉപഹാരം MLA സമർപ്പിച്ചു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് A. ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ, ട്രഷറർ ജയപ്രകാശ്, പ്രേമരാജ്, ബിജു പോൾ, സുനിൽ, MR സത്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. അമ്പലപ്പാറ സെന്ററിൽ യുവതിക്ക് തെരുവ് നായയുടെ കടിയേറ്റു. പുലാപ്പറ്റശ്ശേരി തളിമല രാധാകൃഷ്ണന്റെ ഭാര്യ അജിതയ്ക്കാണ് കടിയേറ്റത്. വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെ മംഗലാംകുന്ന് റോഡിലാണ് സംഭവം. വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് സ്റ്റേഷനറി സാധനങ്ങൾ വാങ്ങി റോഡരികിലൂടെ നടക്കുന്നതിനിടെ തെരുവ് നായ കടിക്കുകയായിരുന്നു. ഇടതുകാലിൽ പരിക്കേറ്റ അജിതയെ ഉടൻ തന്നെ അമ്പലപ്പാറ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ച് കുത്തിവെപ്പ് നൽകി. സർക്കാർ ഏറ്റെടുത്ത നെല്ലിന്റെ പണം ആവശ്യപ്പെട്ട് സമരം നടത്തിയ കർഷകർ പത്രത്തിൽ മുഖം കാണിക്കാനാണ് സമരം നടത്തുന്നതെന്ന മന്ത്രി MB രാജേഷിന്റെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് BMS കർഷക മസ്ദൂർ സംഘം ഷൊർണൂരിൽ പ്രതിഷേധ പ്രകടനവും പൊതുസമ്മേളനവും നടത്തി. BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശശി ചേറോട്ടൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കർഷക മസ്ദൂർ സംഘം ഷൊർണൂർ മേഖലാ പ്രസിഡന്റ് C. പുഷ്പരാജ് അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി C. മനോജ്, M. സോമസുന്ദരൻ, K. ഉണ്ണികൃഷ്ണൻ, MK ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. K. പ്രസാദ്, N. സുനിൽ, R. സുധാകരൻ, P. ജോബി എന്നിവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. യുവനടിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ രാജി ആവശ്യപ്പെട്ട് പാലക്കാട് പ്രതിഷേധം. BJP മഹിളാ മോർച്ച പ്രവർത്തകരും DYFI പ്രവർത്തകരും MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തി. MLAയെ പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ലെന്ന് DYFI. പാലക്കാട് ബസ് സ്റ്റാൻഡ് ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് രാഹുൽ വിട്ടുനിൽക്കണമെന്ന് നഗരസഭ. കാഴ്ചപരിമിതിയുള്ള വയോധികന്റെ സ്ഥിര നിക്ഷേപം തട്ടിയെടുത്തതായി പരാതി. ആനമങ്ങാട് സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറിക്കും 3 ജീവനക്കാർക്കുമെതിരെ പോലീസ് കേസെടുത്തു. അറസ്റ്റ് ചെയ്ത ഇവരെ താൽക്കാലിക ജാമ്യത്തിൽ വിട്ടു. കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ബാങ്കിലേക്ക് CPM മാർച്ച്. നിക്ഷേപം തട്ടിയെടുത്തെന്ന പേരിൽ അറസ്റ്റിലായ ബാങ്ക് സെക്രട്ടറിയെയും ജീവനക്കാരെയും സസ്പെൻഡ് ചെയ്തതായി ആനമങ്ങാട് സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി. പ്രശ്നം ഒരു തരത്തിലും നിക്ഷേപകരെ ബാധിക്കില്ലെന്നും ആശങ്ക വേണ്ടെന്നും ബാങ്ക് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും. അനങ്ങനടി പാവുകോണത്ത് മകളെ വിവാഹം ചെയ്തു കൊടുക്കാത്തതിന്റെ പേരിൽ വീട് കയറി ആക്രമിച്ച കേസ് 3 പേർ അറസ്റ്റിൽ. തൃക്കടീരി സ്വദേശികളായ യുവാക്കളാണ് അറസ്റ്റിലായത്. പാണ്ടിക്കാട് പ്രവാസി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയ കേസ് പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. കനത്ത സുരക്ഷയിലായിരുന്നു തെളിവെടുപ്പ്. മുണ്ടൂർ തൂത 4 വരി പാതയിൽ അപകടങ്ങൾ തുടർക്കഥ. പാത നിർമ്മാണത്തിൽ അശാസ്ത്രീയത വിദഗ്ധ സമിതി അന്വേഷിക്കണമെന്നാവശ്യം. സർക്കാരിന് അപകീർത്തി ഉണ്ടാക്കാൻ ഉദ്യോഗസ്ഥ ഗൂഢാലോചന നടന്നോ എന്ന് പരിശോധിക്കണമെന്ന് CPI നേതാക്കൾ.